ഇനി നമ്മൾ 22 ഷിഫ്റ്റ് 1-ലെ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സോ നമ്മുടെ 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറഞ്ഞ ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇമേജിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, അല്ലെങ്കിൽ മിറർ ഇമേജിന്റെ കോൺസെപ്റ്റ്. അപ്പം ഇവിടെ ഇമേജ് ഓഫ് ദ പോയിന്റ് P12A ഇൻ ദ ലൈൻ ഈസ് Q5BC then A square plus B square. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ലൈന്, ദെൻ ഇത് നമ്മുടെ പോയിന്റ്, ദെൻ ആ പോയിന്റിന്റെ ഇമേജ് ഇത്. ഓക്കെ, സോ ആ പോയിന്റ് P എന്ന് പറഞ്ഞാൽ നമുക്ക് 12A ആണെന്ന് അറിയാം. ദെൻ നമ്മുടെ ലൈന് x-6/3 y-7/2 ദെൻ 7 - z/2. ഓക്കെ, റെഡി. ദെൻ നെക്സ്റ്റ് നമ്മുടെ പോയിന്റ് Q, ഇതാണ് ഇമേജ്. ഇത് 5BC എന്നുള്ളതിനാണ് നമ്മുടെ ഇമേജ് നമുക്ക് തന്നിരിക്കുന്നത്. റെഡി. ദെൻ അങ്ങനെയാണെങ്കിൽ A² + B² + C² വാല്യൂ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. റെഡി, വളരെ ശ്രദ്ധിച്ച് ചെയ്യണേ. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മളിതിന്റെ കോൺസെപ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ മിറർ ഇമേജ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇത് മിഡ് പോയിന്റ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. സോ ഇത് മിഡ് പോയിന്റ് ആയിരിക്കും, അതായത് ഇതിന്റെ സം എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. റെഡി അല്ലേ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതാ 5 + 1/2 6/2 നമുക്കിത് എത്ര എഴുതാം? ഇത് നമുക്ക് 3 എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് B + 2/2 അല്ലേ, B + 2/2. അപ്പോൾ B + 2/2 എന്ന് പറയുമ്പോൾ B/2 + 1 എന്ന് നമുക്ക് എഴുതാം അല്ലേ. സോ B/2 + 1, B/2 + 1 അത് കിട്ടി. ഇതിന് അടുത്തത് A + C/2, A + C/2 അത് നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് എഴുതാം. റെഡി അല്ലേ? ഇനി നോക്കിയേ, ഈ പോയിന്റ് ഈ ലൈനിലല്ലേ ഉള്ളത്. അപ്പം ഇതിനകത്ത് എക്സും വൈയും ഇസഡും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പം അതിനകത്തോട് നമുക്ക് ഈ വാല്യൂസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ 3 - 6/3 ദെൻ വൈക്ക് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? B/2 + 1 - 7/2. റെഡി അല്ലേ? ഓക്കെ, ദെൻ അപ്പുറത്ത് നമുക്ക് ഈക്വൽ ടു 7 - z. ഇസഡിന്റെ വാല്യൂ നമുക്ക് ഇപ്പൊ എത്രയാണ്? 7 - z എന്ന് വരുമ്പോഴത്തേന് ഇസഡ് നമുക്ക് A + C/2 ആണ്. ഓക്കെ, A + C/2. ഓക്കെ, ദെൻ നമുക്ക് ഇത് തിരിച്ചിടാം കേട്ടോ. ഇത് ഇസഡ് -7 എന്നുള്ള രീതിയിലാക്കാം. നമുക്ക് മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് ആ മൈനസ് താഴെ വരും, അതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് തെറ്റിപ്പോകത്തില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് A + C/2 -7 താഴത്തേത് -2 ആവും. ഓക്കെ, ഇറ്റ്സ് ഓക്കെ അല്ലേ? റെഡി. നമുക്ക് ഇനി അതിന് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇവിടെ നമുക്ക് -3/3 നമുക്ക് -1 കിട്ടും. ദെൻ ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? B - 12/4 എന്ന് കിട്ടും. ഇത് നമുക്ക് A + C -14/-4 എന്ന് കിട്ടും. സോ അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ നമുക്ക് -4 ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ബിയുടെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് A + C നമുക്ക് 18 കിട്ടും. റെഡിയാണോ? നമുക്ക് ഇവിടുന്ന് 2 വാല്യൂസ് കിട്ടി. ഇനി നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ PQ എന്ന് പറഞ്ഞ വെക്ടർ എന്താണ്? ഈ PQ എന്ന് പറഞ്ഞ വെക്ടർ നമ്മുടെ ഈ പാരലൽ വെക്ടറിനോട്, അതായത് വെക്ടർ B = 3i + 2j + 2k എന്ന് പറഞ്ഞ വെക്ടറിനോട് പെർപെൻഡിക്കുലർ ആണ്. സോ അതിന് അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ് മക്കളെ? 0 ആണ്. അടുത്ത് നമ്മൾ ആ കണ്ടീഷനാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ PQ വെക്ടർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു വെക്ടർ B ആണ്. സോ അപ്പോൾ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? നമ്മുടെ 0 വരും. റെഡി അല്ലേ മക്കളെ? സോ അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? അത് കണ്ടുപിടിക്കാം. സോ അപ്പം PQ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? PQ വെക്ടർ എന്ന് പറയുന്നത് ഇതാണ്, 5 - 1 4 ആണ്. ദെൻ B - 2 നമുക്ക് കിട്ടും. ദെൻ C - A അതാണ് PQ വെക്ടർ. PQ വെക്ടർ നമുക്കൊന്ന് എഴുതാം. 5 - 1 4, B - 2 C - A. ദെൻ B വെക്ടർ PQ ഇതാണ് PQ വെക്ടർ. ദെൻ B വെക്ടർ എന്ന് പറയുന്നത് 3 2 2. സോ നമ്മളിത് ചെയ്താൽ 12 then 2 into B - 2 അല്ലേ? നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് എഴുതാം അല്ലേ? 12 then 2 into B - 2 then -2 into C - A = 0. അങ്ങനെയല്ലേ വരുന്നത്? യെസ്. ഓക്കെ, C - A ഉണ്ട്. then B - 2 C - 2 into C - A. റെഡി അല്ലേ? ഓക്കെ, യെസ്, കറക്റ്റ് ആണ്, തെറ്റൊന്നുമില്ലല്ലോ. നമ്മുടെ വെക്ടർ എന്നോട് ഒരു കാര്യമുണ്ട്, ഞാൻ -2 ഇവിടെ നോക്കാം. -2 വേണം. നമ്മുടെ -2 ആണ് നമ്മുടെ ഇത് കേട്ടോ, -2 ആണ്. അപ്പോൾ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്, -2 വരും.
ഓക്കെ, -2 ഞാൻ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് ഓർത്ത് വെച്ചോണം കേട്ടോ. റെഡി. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓപ്പൺ ചെയ്യാം. സോ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്താൽ ഇത് 6 വരും. ഞാൻ എല്ലാം കൂടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ. ഓക്കെ, നമുക്കിത് c - a വരും = 0. സോ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ബിക്ക് നമുക്ക് 8 ഇവിടെ കൊടുക്കാം അല്ലേ. നമ്മുടെ 8 എന്നുള്ള വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ 8 - 2 നമുക്ക് എത്ര കിട്ടും, 6 തന്നെ കിട്ടും. സോ 12 - c - a = 0. അടുത്ത് c - a നമുക്ക് എത്ര കിട്ടും, 12 എന്ന് കിട്ടും. റെഡി അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് c - a 12 എന്നും കിട്ടി, a + c 18 എന്നും കിട്ടി. സോ -a + c = 12ഉം a + c = നമുക്ക് 18ഉം കിട്ടും. സോ മക്കളെ രണ്ടും കൂടെ ആഡ് ചെയ്താൽ 2c = നമുക്ക് 30 എന്ന് കിട്ടും. സോ സിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും, 15 കിട്ടും. തന്നെ എയുടെ വാല്യൂ നോക്കിയേ, എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും, എ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ എ നമുക്ക് 3 എന്നും കിട്ടും. റെഡി അല്ലേ? സോ നമുക്ക് വേണ്ടത് a² + b² + c² ആണ്. സോ നമുക്ക് എത്ര കിട്ടും, 3² 9, b² 8 64, c² നമുക്ക് 225 വരും. എല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് 298 കിട്ടും. സോ 298 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്, അല്ലെങ്കിൽ 3 ആണ് കറക്റ്റ് ആൻസർ. റെഡി അല്ലേ?